വേടനെതിരായ 2 സ്ത്രീകളുടെ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് പരാതിക്ക് പിന്നിൽ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വേടന്റെ സഹോദരനൊപ്പം ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, വേടന്റെ കുടുംബത്തിന് ഈ വിഷയങ്ങളിൽ പറയാനുള്ളത് എന്താണ്? ഇവർ ഈ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ അവരുടെ കൈവശമുണ്ടോ? മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് പറയാനുള്ളത് എന്താണ് ലെവിൻ? ലക്ഷ്മി, കഴിഞ്ഞ മാസം 22-നാണ് വേടന്റെ സഹോദരൻ ഹരിദാസ് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയിപ്പാണ് ഈ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹിരൺദാസ് തന്നെ നമ്മളോട് ആ കാര്യങ്ങൾ വ്യക്തമാക്കും. ഹരിദാസ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കും. എന്നായിരുന്നു പരാതി നൽകിയത്? ആ പരാതി നൽകാനുള്ള സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ഗൂഢാലോചന സംശയിക്കുന്നത്? നമ്മൾ പരാതി കൊടുത്തത് 22-ാം തീയതിയാണ്, ഓഗസ്റ്റ് 22-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തത്. പിന്നെ നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക. പിന്നെ നമ്മുടെ ബെയിൽ പരിഗണിക്കുന്ന ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ പുതിയ പരാതികൾ വരിക. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഒരു മാനസിക വിഷമവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരാതിയുടെ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇത് ഗൂഢാലോചന സംശയിക്കാനുള്ള ഒരു കാര്യം? എന്താ, 2 യുവതികൾ ഒരേ സമയത്ത് പരാതിപ്പെട്ടതാണോ? ഇത് ഒന്ന് തീരുന്നതിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്ത പോലെ ഒരു ആരെങ്കിലുമൊക്കെ നമുക്ക് ആരാന്നറിയില്ല. അപ്പോൾ അതറിയാനായിട്ട് കൂടിയിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റഡ് ആയിട്ട് നമ്മളെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരനിൽ ഒരു പേടി വരുമല്ലോ. ആ പേടിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇതെന്തായിരുന്നു അന്വേഷിക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. എന്തായാലും ബാധിച്ചു. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന പരാതികളിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് വേടന്റെ കുടുംബം പറയുന്നത്. അത് ടാർഗറ്റ് ചെയ്ത പോലെ ഒരു ആരോപണങ്ങൾ, പരാതികൾ വേടനെതിരെ വരുന്നു എന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം. വേടന്റെ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അവർ പറയുന്ന ഈ വാടക കാലയളവ് കഴിയുമ്പോൾ നമ്മളിവിടുന്ന് ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. മാത്രമല്ല, നാട്ടിൽ നിന്ന് തന്നെ 2 രീതിക്കുള്ള അഭിപ്രായം എന്തായാലും ഒരു കാര്യത്തിന് പുറത്തുണ്ടാവില്ല. പിന്നെ അതുപോലെ എൻ്റെ വർക്ക് സ്പേസിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അനിയത്തിയുടെ വീടിൻ്റെ അവിടെ അനിയത്തിയുടെ സുഹൃത്തുക്കൾക്കിടയിൽ പലരും പല കാര്യങ്ങളും ചോദിച്ച് നമ്മൾ മാനസികമായിട്ട് അവർ ആ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നതല്ല. പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമാവില്ല. നമ്മളെക്കുറിച്ച് അനിയനെ കുറിച്ച് സ്ഥിരമായിട്ട് ഇത് വരുന്നതുകൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ അച്ഛൻ 2 തവണ അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണുന്നത് വാർത്താ ചാനലുകളും കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കളും കൂട്ടുകാരന്മാരും നമുക്ക് ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ട് അതിലൂടെ ഒരു മാർഗം കണ്ടെത്തി ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അവരൊക്കെ സാധാരണക്കാരാണ്. അവർക്കൊക്കെ വളരെ അധികം മോശമായ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. വേടനെതിരായ കേസുകൾ വേടനെ മാത്രമല്ല, കുടുംബത്തെയും വേടനെ ചുറ്റി ഉള്ള ആളുകളെ അടക്കം ബാധിക്കുന്നുണ്ട്. വേടന്റെ രാഷ്ട്രീയം തന്നെയാണോ ഈ കേസുകൾക്ക് പിന്നിലുള്ള കാരണം എന്ന് കരുതുന്നത്? തീർച്ചയായും രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഒരു പ്രത്യേകം എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ തലമുറ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ BR അംബേദ്കർ, അതുപോലെ അയ്യങ്കാളി, അവരെയൊന്നും പുതിയ തലമുറ അറിയരുത്. ഞങ്ങൾ പുതിയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ടല്ലോ. അവർക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഉൾക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് സംശയങ്ങളാണുള്ളത്. അപ്പോൾ സംശയങ്ങൾ നമ്മൾ ഓൾറെഡി പരാതി രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കേസും ഗൂഢാലോചനയും ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടോ? വേടന് മുൻപുണ്ടായിരുന്ന പിന്തുണ ഈ കേസുകൾ വന്നതിന് പിന്നാലെ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പിന്തുണ നമുക്ക് എന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിലനിന്ന് പോണതും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇന്നൊരു ഇതിന്ന് വരുന്ന ആ സപ്പോർട്ടും അമ്മമാരും കുടുംബങ്ങളും വീട്ടുകാരൊക്കെ ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ പരസ്യമായി അവർ ഞങ്ങളെ അനുകൂലിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയോ ഒന്നും അറിയാത്ത ആളുകളാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും അവരുടെ ഫാമിലിയായിട്ട് നമ്മളെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ
എതിർത്ത് നിൽക്കുന്നവർ എതിർത്ത് തന്നെ നിൽക്കും. പക്ഷെ നമുക്ക് 10 പേര് പറയുന്നു എന്ന് പറഞ്ഞിട്ട് 100 പേര് നമ്മളൊപ്പം നിൽക്കുന്ന 100 പേരെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ. ഈ പരാതിയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ? എന്താണ് ആ കാര്യത്തിൽ അത് പറയാനുള്ളത്? അന്വേഷിക്കാനായിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അറിയേണ്ടത് ആവശ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതി വന്നിട്ട് ഇനി അതിന്റെ പുറകിൽ എന്തെങ്കിലും മറ്റേ വേട്ടയാടലോ ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് വേടന്റെ നമ്മൾ കുടുംബം കൊടുത്തിട്ടുള്ളത്. ഏതായാലും അത് മുഖ്യമന്ത്രിക്ക് അതിന്റേതായ പരാതി രീതിയിൽ നൽകിയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന ആരോപിക്കുകയാണ് വേടന്റെ കുടുംബം. ലെവൻ കെ വിജയനാണ് വേടന്റെ സഹോദരനൊപ്പം ചേർന്നത്.